സിയുടേതാണെന്ന് കരുതുന്നു ആര്യ. വലിയ തരത്തിൽ സി കത്തിപ്പടരുന്ന ഒരു ശബ്ദത്തോടു കൂടിയുള്ള തീപിടുത്തമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. അതിപ്പോഴാണ് വന്നത്. നേരത്തെ തന്നെ നിരവധി ഇടങ്ങളിൽ നിന്ന് പൊട്ടുന്നുണ്ടായിരുന്നു. എന്താണ് പൊട്ടുന്നതെന്ന് മനസ്സിലാകാത്ത തരത്തിൽ എന്തൊക്കെയോ പൊട്ടി അമരുന്ന ഒരു കാഴ്ച ശബ്ദം നമുക്ക് കേൾക്കാമായിരുന്നു. ഇപ്പോൾ ഗ്യാസോ മറ്റോ ലീക്കാവുകയാണ്. സിയുടെ ഗ്യാസ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനാണ് വ്യാപകമായി തീ പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അത് പ്രത്യേകമായി കത്തുന്ന പ്രത്യേക തരത്തിൽ തന്നെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. നമ്മളുള്ളത് ഫോക്കസ് മാളിൻ്റെ ഏറ്റവും മുകൾ നിലയിലാണ്. അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് ക്യാമറ ഈ കാഴ്ചകളൊക്കെയും കാണുന്നത്. അതായത് സിക്ക് തീ പിടിച്ചതെന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കത്തി അമരുകയാണ്. വലിയ പൊട്ടൽ ശബ്ദവും ചീറ്റൽ ശബ്ദവും ഒക്കെ കേൾക്കുന്നുണ്ട്. ഗ്യാസ് ലീക്കാവുന്നതിൻ്റെ ശബ്ദം പലപ്പോഴായി കേൾക്കുന്നുണ്ട്. ഏതായാലും വലിയ അപകടം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിലും തൊട്ടടുത്ത് ട്രാൻസ്ഫോമർ അടക്കമുള്ളത് വെല്ലുവിളിയാവുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ ഫയർഫോഴ്സ് വ്യക്തമാക്കിയതാണ്. അപ്പോഴും ഈ കടുത്ത പുക നമുക്കടക്കം വലിയ പ്രയാസമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അന്തരീക്ഷത്തിൽ മുഴുവൻ പുകയാണ് ഇപ്പോഴുള്ളത്. പുക ഉയർന്നുകൊണ്ടിരിക്കുന്നു എല്ലാ ഭാഗത്തും. അതായത് കോഴിക്കോട് നഗരം മുഴുവനായ ഒരു പുകയിലേക്ക് അമർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിൽ ആളുകളും പ്രയാസപ്പെടുന്നു. ആളുകളുടെ തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് വരരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഫയർഫോഴ്സും അതുപോലെ പോലീസും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ സാനിയോ, വലിയ രീതിയിലുള്ള പുക കാരണമുള്ള ബുദ്ധിമുട്ടുമുണ്ട് സ്ഥലത്ത് എന്നുള്ളതാണ്. VS രഞ്ജിത്തുണ്ട്. രഞ്ജിത്ത്, എന്താണ് നിലവിലെ സാഹചര്യം? ആര്യ, ഒരു വലിയ സ്ഫോടനം ശബ്ദം അതിനകത്ത് കേൾക്കുന്നു. ഗ്യാസാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നറിയില്ല. അതിനകത്ത് വലിയ അപകടകരമായ സാഹചര്യമുണ്ട്. ഇപ്പോൾ ആളുകളെ കൂടുതലായിട്ട് ആ ഭാഗത്തിനോട് മാറ്റുകയാണ്. കാരണം അതിനകത്ത് കത്തിപ്പിടിക്കുന്ന സാധനങ്ങളിൽ എന്തെല്ലോ ശബ്ദങ്ങൾ, സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ചെറിയ തോതിലാണെങ്കിലും അതെന്താണ് കത്തിപ്പിടിക്കുന്നത്? അതിനകത്ത് AC ആണോ? നേരത്തെ സാനിയ സൂചിപ്പിച്ച AC ആണെന്ന്. അല്ലെങ്കിൽ അതിനകത്ത് ഗ്യാസ് സിലിണ്ടറുകളോ മറ്റോ ഉണ്ടോ എന്നുള്ളതൊക്കെ സംശയിക്കുന്നുണ്ട്. ഏതായാലും ചെറിയ സ്ഫോടന ശബ്ദങ്ങൾ അതിനകത്ത് കേൾക്കുന്നു. തീ വലിയ തോതിൽ ആളിക്കത്തുന്നു. നേരത്തെ ഇല്ലാത്ത വിധത്തിൽ വീണ്ടും തീ അണച്ച ഭാഗത്ത് തന്നെ തീകൾ വീണ്ടും കത്തിപ്പടരുന്നൊരു സാഹചര്യമുണ്ട്. വലിയ ആശങ്ക നിലനിൽക്കുകയാണ് ഇപ്പോഴും. കാരണം 2 മണിക്കൂർ സമയമായി ഒരേ ഭാഗത്ത് തന്നെ വീണ്ടും കത്തുന്നു. ആ കത്തിയ ഭാഗത്ത് തന്നെ കൂടുതലായി തീ ഉയരുന്നു. അവിടെ നിന്നെല്ലാം ആളുകൾ എത്രയോ തവണ ഫയർ യൂണിറ്റുകൾ വന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചിട്ടും ആ തീ അണച്ച ഭാഗത്ത് കൂടുതൽ തീ അവിടേക്ക് ആളിപ്പടരുന്നത് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്ത് പോലും നമുക്ക് തീ പൂർണ്ണമായും അണച്ചു എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ ഈ കെട്ടിടത്തിൻ്റെ ഒരു പിൻഭാഗം പൂർണ്ണമായും കത്തുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് ചെറിയ ശബ്ദങ്ങൾ പുറത്തേക്ക് വരുന്നതാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലും ആശങ്കയുണ്ടാക്കുന്ന വിധത്തിൽ ചില ഭാഗത്ത് കൂടുതൽ തീ ഉയരുന്നു, ചില ഭാഗത്ത് ചില ശബ്ദങ്ങൾ ഉണ്ടാകുന്നു. ഈ ഷട്ടറുകൾ ഒരുപക്ഷെ ഈ തീ കത്തുമ്പോൾ അടച്ചിട്ട ഷട്ടറുകൾ അത് പൊട്ടുന്നതാണോ അല്ലെങ്കിൽ അത് തുറക്കുന്നതാണോ എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ആ ഷീറ്റുകൾ പൂർണ്ണമായും കത്തി അമരുന്നു. നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വാട്ടർ പമ്പിങ് പൂർണ്ണമായും ഒരു ഭാഗത്ത് നിലയ്ക്കുന്നു. ചെറിയ തോതിലാണെങ്കിലും വാട്ടർ പമ്പിങ് നടത്തുന്ന ഭാഗത്ത് അവിടെ തീ കത്തുകയല്ലാതെ ആ വാട്ടർ പമ്പിങ് നടത്തുന്നതുകൊണ്ട് ഒരു തരത്തിലും തീ അണയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വലിയ ബുദ്ധിമുട്ട്. വലിയ തോതിലുള്ള പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊരു പ്രശ്നമാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ആളുകൾക്ക് ഈ രീതിയിൽ വലിയ പ്രശ്നം സംഭവിക്കുന്നുണ്ട്. വലിയ ആശങ്കയുണർത്തുന്ന കാര്യം കൂടിയാണ്. വലിയ രീതിയിൽ തീ ആളിപ്പടരുകയാണ്. ഇത്രത്തോളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിട്ടും വെള്ളം സ്പ്രേ ചെയ്തിട്ടും ഒരു തരത്തിലും തീ നിയന്ത്രണ വിധേയമാകുന്നില്ല എന്നത് ആശങ്കയുളവാക്കുന്നതാണ്. ദീപക് മലയമ്മ നൽകും വിശദാംശങ്ങൾ. കൂടുതൽ ദീപക്, ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്യാസ് ലീക്കാകുന്നു, AC പൊട്ടിത്തെറിക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരു തരത്തിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സ് ഒരു യൂണിറ്റുകൾക്കും കഴിയുന്നില്ല അല്ലേ? ആര്യ, അല്പം മുൻപാണ് എയർപോർട്ടിൽ നിന്നുള്ള യൂണിറ്റ് ഇവിടേക്ക് എത്തിയത്. ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ചു. പിന്നീട് ഏതാണ്ട് ഇപ്പോൾ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ആ യൂണിറ്റ് ഉപയോഗിച്ചാണ് ഇപ്പോൾ ഒഫീഷ്യൽ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ കാണുന്ന ഭാഗത്തെ തീ പൂർണ്ണമായും അണച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് സ്പ്രേയിങ് ഉൾപ്പെടെ നടത്തുന്നുണ്ട്. താഴ്ഭാഗത്തുള്ള ബോർഡുകളൊക്കെ തന്നെ തകർത്തുകൊണ്ട് വെള്ളം അകത്തേക്ക് എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വശത്ത് തീ അണച്ച് വരുമ്പോഴത്തേക്കും പുകച്ചുരുളുകൾ വലിയ രീതിയിൽ മുകളിലേക്ക് ഉയരുന്നുണ്ട്. അല്പസമയം കഴിയുന്നതോടുകൂടി വീണ്ടും അത് ആളിപ്പടരുന്ന സാഹചര്യം
സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പോലീസിൻ്റെ അനൗൺസ്മെൻറ്റ് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിന്നും പൂർണ്ണമായും മാറണം എന്നുള്ള നിർദ്ദേശമാണ് പോലീസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് ഈ ചുവന്ന നിറത്തിലല്ല, അതിനപ്പുറത്ത് നീല നിറത്തിലേക്ക് തീയുടെ സ്വഭാവം മാറുന്നത് കണ്ടു. ഗ്യാസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അതിനകത്ത് നിന്ന് കത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫയർ യൂണിറ്റുകൾ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും മൊഫീഷ്യൽ സ്റ്റാൻഡിനകത്ത് നിന്ന് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇല്ല എന്ന് പറയേണ്ടി വരും. അതായത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ വീണ്ടും കാണാം, ഇടവിട്ടാണ് അത്തരത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതേസമയം തന്നെ ഈ വലതുവശത്ത് കാണുന്ന റൗണ്ട് വൃത്താകൃതിയിലുള്ള കെട്ടിടത്തിലാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ റിസപ്ഷൻ ഉൾപ്പെടെ അല്ലെങ്കിൽ അതിൻ്റെ റീറ്റെയിൽ ശൃംഖല പ്രവർത്തിക്കുന്നത്. ആ മേഖലയിലേക്ക് തീ എത്താതെ ഇരിക്കാൻ വേണ്ടിയുള്ള പ്രാരംഭ നടപടികൾ എന്നുള്ള നിലയ്ക്ക് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യം തീ അണയ്ക്കാൻ ഏറെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കാണുന്ന നടുഭാഗത്ത് ഈ ഒരു ഗോഡൗൺ ഇരിക്കുന്നതിൻ്റെ നടുഭാഗത്ത് പൂർണ്ണമായും വീണ്ടും വെള്ളം ചുറ്റിക്കൊണ്ടുള്ള നടപടികൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. പക്ഷേ അപ്പോഴും ഏറ്റവും ഖേദകരമായ കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ തീപിടുത്തമുണ്ടായിട്ട് ഏതാണ്ട് 2-3 മണിക്കൂറിനോട് അടുക്കുകയാണ്. ആ സമയത്ത് പോലും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിനകത്തുള്ള മെറ്റീരിയൽസ് നേരത്തെ VS രഞ്ജിത്തൊക്കെ സൂചിപ്പിച്ചതുപോലെ സിൽക്കുണ്ട്, പോളിസ്റ്റർ ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങളുണ്ട്. ആ വസ്ത്രങ്ങൾക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. ഇനി വരുന്ന സീസണുകൾ കണക്കാക്കിക്കൊണ്ട് കൂടുതൽ വസ്ത്രങ്ങൾ അതിനകത്ത് ശേഖരിച്ചിരുന്നു എന്നുള്ളതാണ്. എത്രത്തോളം ശേഖരിക്കാൻ അനുമതിയുണ്ടോ അതിന് മുകളിലേക്ക് ശേഖരിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്.